തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. റോഡുകളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണം നടത്തണമെന്നും ഇടക്കാല ഉത്തരവ്. കുതിരാനിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിലാണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത്. ആന ജനവാസ മേഖലയിലെ റോഡിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യം പുറത്തു. മാളയിൽ ഓടുന്ന ബസ്സിൽ നിന്നും ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക്. ഗുരുതരമായ പരിക്കേറ്റ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. റോഡുകളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കി. മൃഗങ്ങളെ നീക്കിയ നടപടിയിൽ 8 ആഴ്ചക്കുള്ളിൽ നടപടി സ്വീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ദേശീയപാതയടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണം. മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. സർക്കാർ ഓഫീസുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ നീക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടികൾ ഉണ്ടാകണം. ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന നടത്തണം. ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കിയ നടപടിയിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിക്കണം. നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയെ അറിയിക്കണം. പിടികൂടുന്ന തെരുവു നായ്ക്കളെ ഷെൽട്ടർ ഫോമുകളിലേക്ക് മാറ്റി വന്ധ്യീകരിക്കണം. ഇതിനായുള്ള നടപടികൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം. പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യീകരണത്തിനു ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നു വിടരുതെന്നും കോടതി ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കുതിരാനിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിലാണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത്. ജനവാസ മേഖലയിലെ റോഡിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യം പുറത്ത്. അതിനിടയിൽ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യവുമായി വനം വകുപ്പ് കുങ്കിയാനകളെ എത്തിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഒരു വാച്ചർക്ക് പരിക്കേറ്റിരുന്നു. വനംവകുപ്പിന്റെ ഒരു ജീപ്പും ആന തകർത്തിരുന്നു. വനം മന്ത്രി അടക്കം സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തുടരുകയാണ്. കുതിരാനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ നീക്കം. ജനവാസ മേഖലയിലെ റോഡിലൂടെ നടന്നു നീങ്ങിയ കാട്ടാന വീടിനു നേരെ ആക്രമണം നടത്തിയിരുന്നു. അതിനിടെ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യവുമായി വനംവകുപ്പ് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു. വിക്രം, ഭരത് എന്നീ ആനകളെയാണ് വനംവകുപ്പ് കുതിരാനിൽ എത്തിച്ചത്. കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് തീരുമാനം. ആനയെ കാടുകയറ്റാനായില്ലെങ്കിൽ മയക്കുവെടി വെക്കുന്നതും വനംവകുപ്പിന്റെ പരിഗണനയിലാണ്. പ്രദേശത്ത് ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാണ്. ഇന്നലെ മാത്രം രാത്രി 4 തവണ കാട്ടാന ഇറങ്ങിയെന്നാണ് വിവരം. ആനയെ കണ്ട് പട്ടി കുരച്ചതോടെ പ്രകോപിതനായ ആന വീടിനു നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. വീടിന് മുൻവശത്തെ ഷെഡ് ആന തകർത്തു. കാട്ടാന ആക്രമണത്തിൽ ഇന്നലെ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ അംഗം കുറിച്ച് മുന്നണികൾ. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മേയർ സ്ഥാനത്തേക്ക് 3 വനിതകളെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ, സുബി ബാബു എന്നിവരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. കോൺഗ്രസ് പട്ടികയിൽ 2 KPCC സെക്രട്ടറിമാരുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ മത്സര ചിത്രം തെളിയുകയാണ്. കോൺഗ്രസിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ, സുബി ബാബു എന്നിവർ മത്സരിക്കേണ്ടതെവിടെ എന്നതിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ലാലി ജെയിംസ് ലാലൂരിലും നിജി ജസ്റ്റിൻ കിഴക്കുംപാട്ടുകരയിലും സുബി ബാബു ഗാന്ധിനഗറിലും മത്സരിച്ചേക്കും. കിഴക്കുംപാട്ടുകരയിൽ പ്രാദേശികവാദം ശക്തമായാൽ നിജിക്ക് മറ്റേതെങ്കിലും ഡിവിഷൻ നൽകും എന്നാണ് നിലവിലെ ധാരണ. അതേസമയം 10 വാർഡുകളിൽ BJP പരിഗണിക്കുന്നത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ്. 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് CPM. കോൺഗ്രസ് 2 ജനറൽ സീറ്റുകളിൽ വനിതകളെ നിർത്തിയേക്കും. പുത്തൂർക്കരയിൽ മെഫി ഡെൽസണും ചേറൂരിൽ അഡ്വക്കേറ്റ് വില്ലി ജിജയും മത്സരിച്ചേക്കും. യൂത്തിൽ നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനും മത്സരിക്കും. പൂത്തോളിൽ മിഥുൻ മത്സരിച്ചേക്കുമെന്നാണ് ധാരണ. മീഡിയ ടൈം, തൃശൂർ. ഓടുന്ന ബസ്സിൽ നിന്നും ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക്. ഗുരുതരമായ പരിക്കേറ്റ ഇയാളെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. കൊരട്ടി സ്വദേശിയായ കുരിശിങ്കൽ ജൈജുവാണ് പരിക്കേറ്റ് ആശുപത്രിയിലായത്.
അന്നമനടയിൽ നിന്ന് മാളയിലേക്ക് പോകുന്ന വഴിക്ക് മേലടൂരിലുള്ള പുറംകുളം സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് ഏകദേശം 10:50 കൂടിയാണ് സംഭവം നടന്നത്. അന്നമനടയിൽ നിന്ന് തൃപ്പറയിലേക്ക് പോകുന്ന ബസ് പുറക്കുളം സ്റ്റോപ്പിന് സമീപത്ത് നിന്നും യാത്രക്കാരിയെ കയറ്റുകയും അവിടെ നിന്ന് വീണ്ടും എടുക്കുകയുമായിരുന്നു. തുടർന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ യാത്രക്കാരൻ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു. കൊരട്ടി സ്വദേശി കുരിശിങ്കൽ ജയ്ജോയാണ് ഓടുന്ന ബസ്സിൽ നിന്നും എടുത്തു ചാടിയത്. ഗുരുതരമായ പരിക്കേറ്റ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മീഡിയ ടൈം, മാള. മാള ഉപജില്ല കലോത്സവത്തിൽ കുഴുക്കാട്ടുശ്ശേരി സ്കൂളിന് മിന്നും വിജയം. UP ഓവറോൾ, HS ഓവറോൾ 1ാം സ്ഥാനങ്ങളും UP, HS, HSS ഗേൾസ് ഓൺലി വിഭാഗത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും വിദ്യാലയം കരസ്ഥമാക്കി. സെന്റ് മേരീസ് GHSS കുഴുക്കാട്ടുശ്ശേരി മാള ഉപജില്ല കലോത്സവത്തിൽ UP, HS, HSS ഓവറോൾ കിരീടം നേടി. ഏറ്റവും കൂടുതൽ A ഗ്രേഡ് നേടിയ വിദ്യാലയത്തിനുള്ള ട്രോഫിയും വിദ്യാലയം കരസ്ഥമാക്കി. UP ഓവറോൾ, HS ഓവറോൾ 1ാം സ്ഥാനങ്ങളും UP, HS, HSS ഗേൾസ് ഓൺലി വിഭാഗത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 400ഓളം കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്തതിൽ 370ഓളം കുട്ടികൾ സമ്മാനാർഹരായി. സ്കൂൾ ജനറൽ PTA പ്രസിഡന്റ് ശ്രീ വിൻസ് അമ്പൂക്കൻ അധ്യക്ഷത വഹിച്ച അനുമോദന യോഗം സ്കൂൾ മാനേജറും പാവനാത്മ പ്രൊവിൻഷ്യലുമായ സിസ്റ്റർ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ സിസ്റ്റർ ആഗ്നസ് ആൻഡോ, HSS പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയ, HS ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ, LP ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മരിയ ജോസ്, രാധാകൃഷ്ണൻ, ഷാജു, സിയാദ്, റെമിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. പ്രതിസന്ധികളെ മറികടന്ന് CA പരീക്ഷയിൽ വിജയം നേടിയതിന് പിന്നാലെ ക്യാമ്പസ് പ്ലേസ്മെന്റ് എത്തിയതിന്റെ സന്തോഷത്തിലാണ് ശ്രീകുമാർ. പുത്തഞ്ചിറ സ്വദേശിയായ ശ്രീകുമാർ ജന്മനാ പിന്തുടരുന്ന ചലന പരിമിതിയെ തോൽപ്പിച്ചാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. ICAIക്ക് പുറമെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിളികളും ശ്രീകുമാറിനെ തേടി എത്തുകയാണ്. പുത്തഞ്ചിറ പനമ്പള്ളി രാജിന്റെയും മിനിയുടെയും 2ാമത്തെ മകനാണ് 27കാരനായ ശ്രീകുമാർ. ജന്മനാ പിന്തുടർന്ന ചലന പരിമിതിയെ തോൽപ്പിച്ചാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. വീൽചെയറിലെ കൈപ്പിടിയിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങുന്ന കൈകൾ ഉയർത്തിവെക്കാൻ ശ്രീകുമാറിന് പരസഹായം വേണം. എന്നാൽ CA പാസ്സാകണമെന്ന ആഗ്രഹം ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കാൻ ശ്രീകുമാറിന് അതൊന്നും തടസ്സമായില്ല. സെപ്റ്റംബറിൽ നടത്തിയ പരീക്ഷയുടെ ഫലം കഴിഞ്ഞ 3-നാണ് പ്രസിദ്ധീകരിച്ചത്. വിജയത്തിനൊപ്പം ക്യാമ്പസ് പ്ലേസ്മെന്റ് എത്തിയതോടെ ശ്രീകുമാറിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർന്നു. CA ജേണിയിൽ എൻ്റെ സ്ട്രഗിളിലുപരി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ കുറിച്ചാണ് എനിക്ക് ഈ ലോകത്തിനോട് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ എന്നെ സഹായിച്ചു തന്ന എല്ലാ കാര്യങ്ങൾക്കും CAയിൽ എന്നെ സഹായിച്ചു തന്ന PU ചേട്ടനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. എൻ്റെ സ്കൂൾ ലൈഫൊക്കെ വീടിനടുത്തുള്ള സ്കൂളുകളിലായിരുന്നു 1 മുതൽ +2 വരെ ഞാൻ പഠിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ ക്രൈസ്റ്റിൽ BCom ഫിനാൻസിന് ജോയിൻ ചെയ്തിരുന്നു. 2020 അത് കംപ്ലീറ്റ് ആയി. 2020 തന്നെയാണ് ഞാൻ CAയ്ക്കും ചേർന്നത്. ഡയറക്റ്റ് എൻട്രി ആയിട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തിരുന്നത് TD ജോൺസൺ സാറിൻ്റെ കീഴിലായിരുന്നു. അതെനിക്കൊരു വലിയൊരു നേട്ടം തന്നെയായിട്ട് തന്നെ പറയാൻ പറ്റും. സാർ എന്നെ അധികം കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ അറ്റംപ്റ്റിലാണ് ഞാൻ CA ഫൈനൽ മൊത്തമായി കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേ പിന്നെ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കുന്നു. എനിക്കും എൻ്റെ ഫാമിലിക്കും അത് വളരെയധികം സന്തോഷമുണ്ട്. 4ാമത്തെ ശ്രമത്തിലാണ് ശ്രീകുമാർ മിന്നുന്ന വിജയം നേടിയത്. 2020-ലാണ് പഠനം ആരംഭിച്ചത്. കൈകൾ കൊണ്ട് പുസ്തകം മറിക്കാൻ സാധിക്കാത്തതിനാൽ മൊബൈലിലും ലാപ്ടോപ്പിലും വായിക്കാനാകുന്ന വിധം പാഠ്യഭാഗങ്ങൾ അമ്മ മിനി PDF ആക്കി നൽകി യൂട്യൂബിനെയും ആശ്രയിച്ചു.
സഹോദരൻ കൃഷ്ണസാഗറും സഹായത്തിനെത്തി. ദിവസവും 7 മണിക്കൂർ പഠനത്തിനായി മാറ്റിവെച്ചു. ചാർട്ടേഡ് അക്കൗണ്ടന്റായ TD ജോൺസന്റെ കീഴിൽ 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് ചെയ്തു. 4 വർഷത്തെ കഠിന പരിശ്രമത്തിലാണ് ലക്ഷ്യത്തിലെത്തിയത്. ശ്രീകുമാറിന്റെ വിജയവാർത്ത അറിഞ്ഞ് ഒട്ടേറെ പേർ അഭിനന്ദനങ്ങളുമായി വീട്ടിലെത്തുന്നു. മീഡിയ ടൈം മാള. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള വലിയപറമ്പ് RVG LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ നിർവഹിച്ചു. നമ്മുടെ പിന്നിൽ കാണുന്ന കെട്ടിടം ഏറെ ശോചനീയാവസ്ഥയിൽ നിൽക്കുകയും തുടർന്നത് കൊണ്ടുപോകുന്നതിന് മാനേജ്മെന്റിന് സാധിക്കാതെ വരികയും അത് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനമെടുക്കുകയും ബഹുമാനായിട്ടുള്ള അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് അതിൻ്റേതായിട്ടുള്ള പ്രഖ്യാപനം ഇവിടെ നടത്തപ്പെടുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള പ്രൊസീഡിങ്സാണ്, സർക്കാർ തലങ്ങളിലുള്ള പ്രൊസീഡിങ്സുകളെല്ലാം നടന്ന് ഏറെ കുറെ വൈകിയെങ്കിലും അതിൻ്റെ തറക്കല്ലിടാൻ കഴിഞ്ഞു എന്നുള്ളത് രവിചേട്ടൻ വന്നിട്ടുണ്ട്. രവിചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുക നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. TP രവീന്ദ്രൻ, സിനി ബെന്നി വെമ്പിൽ, സാബു പോൾ എടാട്ടുകാരൻ, അമ്പിളി സജീവ്, ലിസി സേവ്യർ, PS ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 125 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത്. ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. STPI നേതാവ് അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായത്. എറണാകുളം കൊടുങ്ങല്ലൂർ ബസ്സിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പെൺകുട്ടി പരാതിപ്പെട്ടതിനെ തുടർന്ന് ബസ് ജീവനക്കാരും സഹയാത്രികളും ചേർന്ന് ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസിനെ കൈമാറുകയായിരുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് ഷമീറിനെ അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ഗോഡൌണിൽ നിന്നും 5 ലക്ഷം രൂപയുടെ ചെമ്പും പിച്ചളയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശികളായ തെങ്കാശി സെൽവപ്രകാശും സഹോദരൻ അരുൺ എന്നിവർ ജയിലിൽ. ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് മോഷണം നടന്നത്. സെൽവപ്രകാശിന്റെയും അരുണിന്റെയും പണിക്കാരായ 3 പ്രതികൾ ചേർന്ന് കൊടുങ്ങല്ലൂരിലെ സ്ഥാപനത്തിൽ ചെന്ന് മോഷണം നടത്തിയ ശേഷം മോഷണ വസ്തുക്കൾ അരുണിന്റെ പിക്കപ്പ് വാഹനത്തിൽ ഇവരുടെ സ്ഥാപനത്തിലെത്തിക്കുകയും മോഷണ മുതലുകളാണെന്ന് മറച്ചുവെച്ച് പട്ടാമ്പിയിലുള്ള ഹോൾസെയിൽ ആക്രി കച്ചവടം നടത്തുന്നയാൾക്ക് മറച്ചു വിൽക്കുകയുമായിരുന്നു. മോഷണ മുതലുകൾ വാങ്ങി അത് മറച്ചുവിറ്റ കേസിലെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതിനാണ് സെൽവപ്രകാശിനെയും അരുണിനെയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തത്. കുവൈറ്റിലെ KOC കമ്പനിയിലേക്ക് ഫയർ വാച്ചർ ജോലിക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കല്ലറ്റിങ്ങര സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിൽ മാള പോലീസ് വരന്തരപ്പള്ളി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി കോരനൊടി സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ബിനു എന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തത്. ബിനു വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള ആളാണ്. നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI റഷീദ്, PM GSI മുഹമ്മദ് ബാഷി, വഹദ് TB, രേഷ്മ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വിദേശത്ത് ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് മേലൂർ സ്വദേശിയിൽ നിന്ന് 2,59,500 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിലായി. വരാപ്പുഴ സ്വദേശി പറയച്ചങ്ങലത്ത് വീട്ടിൽ സന്ദീപ് എന്ന ആളെയാണ് മഞ്ഞുമേൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. SHO സജിൻ ശശി, SIമാരായ റഷീദ്, അനിൽകുമാർ, CPOമാരായ നവീൻ, ഡേവിസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കൊടുങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി. ലോകമല്ലേശ്വരം തണ്ടാൻകുളം ചെറുവുള്ളിൽ അജിത് കുമാറിന്റെ വീട്ടിലാണ് മുള്ളൻ പന്നി എത്തിയത്. വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ കെട്ടിയ വലയിലാണ് മുള്ളൻ പന്നി കുടുങ്ങിയത്. ഇന്ന് രാവിലെയാണ് അവശനിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തിയത്. വാർഡ് കൗൺസിലർ റീന അനിൽ, സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ എന്നിവരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നും എത്തിയ വനം വകുപ്പ് സംഘം മുള്ളൻ പന്നിയെ പിടികൂടി. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ബോട്ട് കമാൻഡറുടെ നിര്യാണത്തിലേക്ക് നയിച്ച കോസ്റ്റൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ കുടുംബം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം, തങ്ങളുടെ കുടുംബത്തെ തങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെയുള്ള വലിയ ഒരു ആഗ്രഹത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ് പോലീസ് സേനയിൽ ഇത്തരം ആളുകൾ കടന്നു വരുന്നത്. പക്ഷേ
ഇത്തരം മേലുദ്യോഗസ്ഥന്മാർ ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ഒരു പക്ഷേ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള നിങ്ങളുടെ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ കയറി മർദ്ദിച്ചാൽ അതിന് കുറ്റം പറയാനില്ല. മണ്ഡലം പ്രസിഡന്റ് KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ഉപാധ്യക്ഷന്മാരായ PA മനാഫ്, CA റഷീദ്, VM ഷൈൻ, KT സജീവൻ, MK അബ്ദുൽ ഖാദർ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് P മുഹമ്മദ്, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KU സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. റോഡുകളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണം നടത്തണമെന്നും ഇടക്കാല ഉത്തരവ്. കുതിരാനിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിലാണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത്. ആന ജനവാസ മേഖലയിലെ റോഡിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യം പുറത്തു. മാളയിൽ ഓടുന്ന ബസ്സിൽ നിന്നും ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക്. ഗുരുതരമായ പരിക്കേറ്റ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.